ചാണക്യന്റെ വാക്കുകൾ പിന്തുടരുന്നതിലൂടെ ഒരാൾക്ക് എന്തും നേടാനും അവന്റെ ജീവിതം വളരെ എളുപ്പമാക്കാനും കഴിയും. മനുഷ്യന്റെ നല്ല ജീവിതത്തിനായി ചാണക്യൻ രചിച്ചതാണ് ചാണക്യനീതി. ജീവിതത്തിൽ വിജയിക്കാനായി ചാണക്യൻ നിർദ്ദേശിക്കുന്ന പല വഴികളും ഇതിലുണ്ട്. ഇവ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രതിസന്ധികളെ തരണം ചെയ്ത് സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് നേടാനാകും. എല്ലാവരുടെയും സമയം എല്ലായ്പ്പോഴും ഒരുപോലെയല്ലെന്ന് ചാണക്യൻ പറയുന്നു. ചിലപ്പോൾ നല്ലതും ചിലപ്പോൾ ചീത്ത സമയവും ഒരാൾക്ക് വരാം. ചാണക്യനീതിയിൽ അത്തരം ചില സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചാണക്യൻ നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: വാർദ്ധക്യത്തിൽ ഇണയെ വേർപിരിയുന്നത്. ഒരു വ്യക്തിയുടെ ഏറ്റവും ദുർബലമായ വൈകാരിക ഘടകം ജീവിതത്തിന്റെ 2 ഘട്ടങ്ങളിൽ വരുന്നു. ഒന്ന് കുട്ടിക്കാലത്തും അടുത്തത് വാർദ്ധക്യത്തിലും. ജീവിതത്തിന്റെ ഈ ഘട്ടങ്ങളിൽ ഒരു വ്യക്തി വൈകാരിക പിന്തുണയ്ക്കായി യഥാക്രമം മാതാപിതാക്കളെയും ഇണയെയും ആശ്രയിക്കുന്നു. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ നിങ്ങളുടെ ഇണയെ മരണം തട്ടിയെടുത്താൽ അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖങ്ങളിൽ ഒന്ന്. വാർദ്ധക്യത്തിൽ നിങ്ങളുടെ പങ്കാളിയെ പോലെ വൈകാരികമായി പിന്തുണയ്ക്കാൻ ആരും വരില്ല. ആ പിന്തുണ പോയാൽ അത് പിന്നീട് നിങ്ങളുടെ മരണം വരെ ഒരു പീഡന കാലമായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. അടുത്തതായി ചാണക്യൻ പറയുന്ന കാര്യം ഉപജീവനത്തിനായി ആരെയെങ്കിലും ആശ്രയിക്കുന്നവരെ കുറിച്ചാണ്. ഈ ലോകത്തിൽ ജനിച്ച ഓരോ സുബോധമുള്ള വ്യക്തിയും അവരുടെ വൈകല്യങ്ങളെ പരിഗണിക്കാതെ സ്വയം ജീവിക്കാൻ കഴിവുള്ളവരാണെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. നിങ്ങളുടെ ശരീരമല്ല, ഇച്ഛാശക്തിയും അറിവുമാണ് നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. ഒരു സന്മനസ്സുള്ള ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഉപജീവനത്തിനായി മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വന്നാൽ അതിൽ പരം വിഷമം വേറെയില്ല. ഒരു മനുഷ്യൻ മറ്റൊരാളെ ആശ്രയിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതം നരക തുല്യമാകും. അവന് ഒരിക്കലും തന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം നേടാനാവില്ല. ദൗർഭാഗ്യത്തിന്റെ ലക്ഷണമാണ് അത്. സാർവലൗകികമായ ഊർജങ്ങൾ അവനെ മരണാനന്തരം ദൗർഭാഗ്യത്തിലേക്ക് തള്ളിവിടുന്നു എന്നതിന്റെ സൂചന കൂടിയാണെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യൻ മൂന്നാമതായി പറയുന്നത് നമ്മുടെ പ്രതിഫലത്തിന്റെ പങ്ക് പറ്റുന്നവരെ കുറിച്ചാണ്. ചാണക്യൻ പറയുന്നതനുസരിച്ച് എല്ലാ കഠിനാധ്വാനത്തിനും പ്രയത്നത്തിനും ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് തീർച്ചയായും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നു. പക്ഷേ ചിലർ നിങ്ങളുടെ പ്രതിഫലത്തിന്റെ പങ്ക് തട്ടിയെടുക്കുന്നു. അത് നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ അതൊരു നിർഭാഗ്യകരമായ കാര്യമാണെന്ന് അറിയുക. ഒരു മനുഷ്യൻ സമ്പാദിച്ച പണം അവന്റെ ശത്രുക്കളുടെ കയ്യിൽ പോയാൽ അയാൾക്ക് ഇരട്ടി പ്രഹരമായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. നാലാമതായി ചാണക്യൻ പറയുന്നത് അവരവരുടെ ധർമ്മത്തെ കുറിച്ചാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ധർമ്മം മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. ധർമ്മം ഒരു വ്യക്തിയെ ശരിയായ പാത മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിലൂടെ ഒരു വ്യക്തി തന്റെ ജീവിതം വിജയകരവും അർത്ഥവത്തായതുമാക്കുന്നു. ധർമ്മത്തെ പിന്തുടരുന്ന ഒരാൾക്ക് എല്ലായിടത്തും ബഹുമാനം ലഭിക്കുന്നു. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ എന്തുതരം പ്രവൃത്തികൾ ചെയ്താലും മരണാനന്തരം അതേ രീതിയിൽ ഓർമ്മിക്കപ്പെടുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യൻ അഞ്ചാമതായി പറയുന്നത് വിനയമുള്ളവരെ കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ മികച്ച ജീവിതത്തിനായുള്ള പാഠം എന്താണെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങൾക്ക് കഴിയുന്നത്ര വിനയമുള്ളവരായിരിക്കണം. നിങ്ങളുടെ വിനയം ചില സമയങ്ങളിൽ നിങ്ങളുടെ ശത്രുക്കളെ ദുർബലപ്പെടുത്തിയേക്കാം. അത് എല്ലായ്പ്പോഴും നിങ്ങളെ ആത്മനിയന്ത്രണത്തിൽ നിലനിർത്തുകയും ഒരേ സമയം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ചാണക്യൻ നിർദ്ദേശിക്കുന്നു. ചാണക്യൻ ആറാമതായി പറയുന്നത് ദുർഘടമായ സാഹചര്യങ്ങളെ വിജയത്തിലെത്തിക്കാനുള്ള ഏക വഴി അറിവാണെന്നാണ്. തന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് അറിവ് എന്ന് ചാണക്യൻ പറയുന്നു. അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ അവസാന നിമിഷം വരെ പിന്തുണയ്ക്കുന്നത്. അറിവിന്റെ ശക്തിയിൽ ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിലെ എല്ലാ ദുർഘടമായ സാഹചര്യങ്ങളെയും മറികടക്കാൻ കഴിയുമെന്ന് ചാണക്യൻ നിർദ്ദേശിക്കുന്നു.
ചാണക്യന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി.